ഒന്നല്ല, രണ്ടല്ല, മൂന്ന് വട്ടം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം നാലാമത്തെ ട്രയലാണ് തിരിച്ച് അബുദാബിയിലേക്ക് എത്താൻ പറ്റിയത്. ഈ ഫ്ലൈറ്റും ക്യാൻസലാവുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കോഴിക്കോട് ടു അബുദാബി ജേർണിയിൽ പാസ്റ്റ് 8 ഇയേഴ്സിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഈ തവണ ഉണ്ടായി. സാധനങ്ങൾ എത്ര ഒഴിവാക്കിയാലും വെയിറ്റിൻ്റെ ഇഷ്യൂ എപ്പോഴും കൂടെ ഉണ്ടാവും. ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കസ്റ്റംസ് ചെക്കിങ്ങിൽ എത്തിയപ്പം ആസ് യൂഷ്വൽ അവർക്ക് എൻ്റെ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിലൂടെ അടുത്ത പ്രശ്നം. ഒരു ഓഫീസർക്ക് എൻ്റെ ലാപ്ടോപ്പ് ഇഷ്ടമായിട്ട് ഈ ചെക്കിങ്ങിൻ്റെ ഇടയിലൂടെ ഹി വാണ്ടഡ് ടു നോ ദ സ്പെക്ക് ഓഫ് ദ ലാപ്ടോപ്പ്. അയാളുടെ ലാപ്ടോപ്പ് എന്നുള്ള വിളി കേട്ടപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ബേജാറായി. അത് കഴിഞ്ഞ് 2 ബാഗും പാക്കപ്പ് ചെയ്ത് ഗേറ്റിലേക്ക് നടക്കുമ്പം ഗേറ്റ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കൗണ്ടർ കണ്ടു. തിരിച്ചു വരുമ്പോൾ ഇമിഗ്രേഷൻ വെയിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഗേറ്റ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഓഫീസർ വന്നിട്ട് മാഡം യു ഫോഗറ്റ് യുവർ ബാഗ് എന്ന് പറയുന്നത്. അതെ, ഞാൻ എൻ്റെ ഹാൻഡ് ലഗേജ് ബാഗ് ചെക്കിങ്ങിന് അവിടെ വെച്ച് മറന്നുപോയി. പിന്നെ ഒന്നും ഇരിക്കാനുള്ള ടൈം പോലും ഉണ്ടായിരുന്നില്ല. നേരെ ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് ആയി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴാണ് ഒന്ന് സമാധാനമായത്. നമ്മൾ ചൂസ് ചെയ്തത് എത്തിഹാദ് എയർവേസ് ആയിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, ദ സർവീസ് വാസ് എക്സ്ട്രീംലി ഗുഡ്. ഈ ഡിസ്ക്രിപ്ഷൻ്റെ സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമ്പം ഇമെയിൽ റെസ്പോൺസും അപ്ഡേഷനും എല്ലാം കൃത്യമായിരുന്നു. ലാൻഡിങ്ങിന് ശേഷം അബുദാബി എയർപോർട്ടിലെ ഇമിഗ്രേഷനും ലഗേജൊക്കെ കിട്ടുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. റമദാൻ ടൈമിൽ ഫ്ലൈ ചെയ്യുമ്പോഴുള്ള എൻ്റെ ഒരു ഡൗട്ടായിരുന്നു ഫുഡ് അവരെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. എത്തിഹാദിൽ സാധാരണ സർവീസ് പോലെ തന്നെയാണ് അവർ ചെയ്തത്. ഇഫ്താർ ടൈം ആഫ്റ്റർ ലാൻഡിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ചോദിച്ച് വാങ്ങി ബാഗിലാക്കി. ബിക്കോസ് ആ റൈസിനും കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ മാർച്ച് 4 എത്തേണ്ടിയിരുന്ന ഞാൻ മാർച്ച് 14 തിരിച്ചെത്തി. ആൻഡ് ഫൈനലി ഐ എം ബാക്ക് ഹിയർ വിത്ത് ഹിം.